നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. കോട്ടയം മള്ളൂശ്ശേരി സെന്റ് തോമസ് ജ്ഞാനായ പള്ളി ഇടവകക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഗുരുതര വീഴ്ചയാണ് സഭയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുകയുണ്ടായി. ഷൈനിക്കൊരു ജോലി നൽകാൻ ഈ ചർച്ച് അധികൃതർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ചർച്ച് അധികൃതർ അല്ലെങ്കിൽ സഭാ നേതൃത്വം ഒരു രീതിയിലും ഷൈനിക്ക് ജോലി നൽകാൻ ഇടപെട്ടില്ല എന്ന ഒരു ആരോപണമാണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യം മുന്നോട്ട് വെച്ചു. മരിച്ച ഷൈനിയും മക്കളായ അലീനയും ഇവാനയും തൊടുപുഴ ചുങ്കം ജ്ഞാനായ പള്ളിയിലെ അംഗങ്ങളാണ്. ഷൈനിയുടെയും മക്കളുടെയും ദാരുണ അന്ത്യം അതിനിടയാക്കിയ സംഭവത്തിൽ മള്ളുശ്ശേരി സെന്റ് തോമസ് ജ്ഞാനായ പള്ളി ഇടവക സമൂഹം പള്ളിയിൽ അനുശോചന യോഗം ചേർന്നിരുന്നു. അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധ മാർച്ച് നടത്തിയത്. അതേസമയം മറ്റു വിവരങ്ങൾ കൂടി നോക്കാം. ഷൈനിയുടെ മൊബൈൽ ഫോൺ ഏറ്റുമാനൂരിലെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഷൈനി മരിച്ചതിന്റെ തലേ ദിവസം ഫോൺ വിളിച്ചു എന്നായിരുന്നു ഭർത്താവ് നോബി മൊഴി നൽകിയിരിക്കുന്നത്. മദ്യലഹരിയിൽ നോബി ഷൈനിയോട് നടത്തിയ ഫോൺ സംഭാഷണം അതാണ് താൻ ജീവനൊടുക്കുന്നതിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം. ഷൈനിയുടെ മൊബൈൽ ഫോൺ ഡിജിറ്റൽ പരിശോധനയ്ക്കായി അയച്ചു. അതേസമയം ഈ ഷൈനിയും കരിങ്കുന്നത്തെ കുടുംബശ്രീ പ്രസിഡന്റ് ഉഷയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നിരിക്കുകയാണ്. തന്റെ പേരിൽ കുടുംബശ്രീയിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ വഴിയില്ല എന്നാണ് ഷൈനി ഉഷയോട് പറയുന്നത്. സ്വന്തം ആവശ്യത്തിനെടുത്ത വായ്പയല്ല അതെന്നും ഭർത്താവ് പണം തരാത്തതിനാലാണ് തിരിച്ചടവ് മുടങ്ങിയതെന്നും സംഭാഷണത്തിൽ ഷൈനി വ്യക്തമാക്കുന്നുണ്ട്. 2 മാസം കഴിഞ്ഞല്ലോ, നീ ലോൺ അടയ്ക്കില്ലേ എന്ന് കുടുംബശ്രീ പ്രസിഡന്റ് ചോദിച്ചു. അപ്പോൾ കേസ് നടക്കുകയല്ലേ, ആലോചിച്ചിട്ട് പറയാമെന്നായിരുന്നു തന്നോട് ഭർത്താവ് നോബി ലൂക്കോസ് പറഞ്ഞതെന്നും താനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും ഷൈനി മറുപടി നൽകി. ഷൈനിയുടെ പേരിൽ ഭർത്താവ് നോബിയുടെ അച്ഛനമ്മമാർ കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. എന്നാൽ അത് തിരിച്ചടച്ചിരുന്നില്ല. വിവാഹമോചന കേസ് അവസാനിച്ചാൽ മാത്രമേ പണം നൽകൂ എന്നായിരുന്നു ഭർത്താവ് ഷൈനിയോട് പറഞ്ഞിരുന്നത്. ഷൈനി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഫോൺ സംഭാഷണം. അതേസമയം പ്രതിഷേധിച്ച ഈ പ്രതിഷേധക്കാർ പറയുന്നത് ഷൈനിക്കും കുട്ടികൾക്ക് നീതി കിട്ടണമെന്നാണ്. 12 വാതിലുകൾക്ക് പോയി മുട്ടി, പക്ഷെ ഒരു വാതിൽ പോലും അവർക്ക് തുറന്നു കൊടുത്തില്ല. അത് ജ്ഞാനായ സമൂഹത്തിന് തന്നെ നാണക്കേടാണ് എന്നും വിശ്വാസികൾ കുറ്റപ്പെടുത്തി. അതേസമയം ഈ ഷൈനിയുടെ പിതാവിനെതിരെയും ആരോപണവുമായി ഷൈനി ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഒരു ഉടമ രംഗത്തെത്തിയിരുന്നു. വീടിനടുത്തുള്ള കെയർ ഹോമിൽ 4 മാസം ഷൈനി ജോലി ചെയ്തിരുന്നു. എന്നാൽ ജോലി നിർത്താൻ കാരണം അച്ഛൻ കുര്യാക്കോസ് ആണെന്ന് കെയർ ഹോം ഉടമ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞിരുന്നു. ജോലിക്ക് വന്നപ്പോൾ സങ്കടത്തിലായിരുന്ന ഷൈനിക്ക് ജോലി ചെയ്തു തുടങ്ങിയപ്പോൾ മാറ്റം വന്നായിരുന്നു. എന്നാൽ ഷൈനിയുടെ അച്ഛൻ കെയർ ഹോമിലെ ബയോഗ്യാസ് പ്ലാന്റിനെതിരെ നാട്ടുകാരെ കൂട്ടി പ്രതിഷേധിച്ചു. ഡൽഹിയിൽ പോയിട്ടാണെങ്കിലും സ്ഥാപനം പൂട്ടിക്കും. മകൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെ അച്ഛൻ തുടർച്ചയായി പരാതി നൽകി. ഇതോടെയാണ് ഷൈനി രാജിവെച്ചതെന്നും ഫ്രാൻസിസ് വ്യക്തമാക്കി. ഷൈനി സ്വന്തം വീട്ടിൽ വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടതായി കൂടെ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകർ പറയുന്നുണ്ട്. കുട്ടികളെ നിർത്താൻ ഹോസ്റ്റൽ അന്വേഷിച്ച് പോയതിന് പിന്നിലെ കാരണം അതാണെന്നും സ്വന്തം വീട്ടിൽ കുട്ടികളെ നിർത്താൻ ഷൈനിക്ക് കഴിഞ്ഞിരുന്നില്ലെന്നും ജോലി ശരിയായെന്ന് പറഞ്ഞു പോയ ഷൈനിക്ക് അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കണമെന്നും സഹപ്രവർത്തകർ അടക്കമുള്ളവരൊക്കെ നേരത്തെ വ്യക്തമാക്കിയതാണ്. അതേസമയം ഷൈനിയുടെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. മാത്രമല്ല ഈ ഷൈനി ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം നോബി, അതായത് ഷൈനിയുടെ ഭർത്താവ് നോബി വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. ഇത് നോബിയുടെ ഈ സംസാരമാണോ ആത്മഹത്യയ്ക്ക് പ്രേരണയായത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതേസമയം ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. മാത്രമല്ല ഇയാൾ ഫോണിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ അമ്മയുടെയും ഈ കുട്ടികളുടെയും മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ജ്ഞാനായ സഭാ നേതൃത്വത്തിന് നേരെ ഉയർന്നിരിക്കുന്നത്. പ്രതിഷേധക്കാർ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ജോലി ഇല്ലാത്തതൊക്കെ ഷൈനിയെ വലിയ രീതിയിൽ അലട്ടിയിരുന്നു. ജോലിക്കായി പല രീതിയിൽ ഷൈനി ശ്രമിച്ചിരുന്നു ഒരു ജോലി കിട്ടാനായി. പക്ഷെ ആ ശ്രമമൊക്കെ പരാജയപ്പെടുകയുണ്ടായി. അതിനിടയിൽ വിവാഹമോചനത്തിനും ശ്രമിച്ചിരുന്നു. പക്ഷെ വിവാഹമോചനത്തിനായി ഭർത്താവ് സഹകരിച്ചിരുന്നില്ല. എന്തായാലും മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിച്ച ഈ ഒരു ആത്മഹത്യ, അതിൽ അവർക്ക് നീതി കിട്ടണമെന്ന ഒരു ആവശ്യം എല്ലായിടത്തു നിന്നും ശക്തമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.